CPIM പാർട്ടി കോൺഗ്രസ് സംഘടനാ രേഖയുടെ പകർപ്പ് 24-ന് കേരള ഘടകത്തിന് പ്രശംസ. പാർട്ടിക്കുള്ളിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ രേഖയിൽ ഉയരുന്ന വിമർശനം. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ രേഖയിൽ? ഉന്മേഷ്, ഈ 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ രേഖയിൽ വലിയ തോതിലുള്ള ആത്മവിമർശനമുണ്ട്. ഒപ്പം തന്നെ പാർട്ടിക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള വഴി തെളിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്നുള്ളത്, ആത്മവിമർശനം എന്നുള്ളത്, പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ പാർലമെന്ററി താൽപര്യങ്ങൾ വർദ്ധിക്കുന്നതായുള്ള സ്വയം വിലയിരുത്തലാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് വർഗ ബഹുജന പോരാട്ടങ്ങളിലൂടെ ബഹുജന അടിത്തറ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടുള്ള രാഷ്ട്രീയ അടവ് നയം നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നു എന്ന വിമർശനം ഉണ്ട്. ഇത് കേഡർമാരിൽ പ്രത്യയശാസ്ത്രപരമായ അപജയങ്ങളിലേക്ക് നയിക്കുന്നു. ചിലർ സംഘടനാ ഐക്യത്തെക്കാൾ തെരഞ്ഞെടുപ്പ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകി പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന നിരീക്ഷണവും പാർട്ടി നടത്തുന്നുണ്ട്. മഹാരാഷ്ട്ര, തെലങ്കാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള നടപടികൾ ഉണ്ടായതായുള്ള വിലയിരുത്തലാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത ഇടങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പാർലമെന്ററി താൽപര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന ആത്മവിമർശനമാണ് പാർട്ടി നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പലരും സംഘടിത പാർട്ടി പ്രവർത്തനങ്ങളെ അവഗണിച്ച് സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന ആത്മവിമർശനവും ഈ റിപ്പോർട്ടിൽ പാർട്ടി നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ വർഗ ബഹുജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ യുവാക്കൾ വരുന്നത് കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പാർട്ടിയിലേക്ക് വർഗ ബഹുജന സംഘടന, വിദ്യാർത്ഥി സംഘടനയിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് തോത് കുറഞ്ഞിരിക്കുന്നു എന്ന വിമർശനമുണ്ട്. ഘടകത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകത്തിന് അഭിനന്ദനമാണ്, പ്രശംസ ലഭിച്ചിരിക്കുന്നു. അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നു ഇത്തവണയും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും സ്വയം വിലയിരുത്തലിന് അവസരം വേണം എന്ന കാര്യവും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ, കരട് രേഖയിൽ ഉള്ള ഒരു പരാമർശം എന്നുള്ളത്. ഇത്തരത്തിൽ ഓരോ ഘടകത്തിലുമുള്ള അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ഓരോ ഘട്ടങ്ങളിലും സ്വയം വിലയിരുത്തൽ നടത്തുകയും അതിൽ ആവശ്യമായ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തലുകൾ വരുത്തണം എന്ന തരത്തിലുള്ള പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ക്യാമ്പസുകളിൽ അടക്കമുള്ള ഇടങ്ങളിൽ പ്രത്യേകിച്ച് BJP ബന്ധമുള്ള സംഘടനകൾ അത്തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്നു. ക്യാമ്പസുകളുടെ ജനാധിപത്യവൽക്കരണത്തിനും പതിവായി വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുമുള്ള വിശാലമായ പ്രചരണം അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഏറ്റെടുക്കേണ്ടതുണ്ട്. സമകാലികവും ഇന്ത്യൻ സാഹചര്യത്തിലും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ പ്രത്യയശാസ്ത്ര പ്രവർത്തനത്തിന്റെ ഭാഗമാക്കണം വിദ്യാർത്ഥികളെ എന്ന വിലയിരുത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആകർഷിക്കപ്പെടുന്നുവെന്നും ഹിന്ദുത്വ വർഗീയ ശക്തികൾ അവരുടെ സാംസ്കാരിക ഇടപെടലുകളിലൂടെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നുവെന്നും ഇതിനെ മറികടക്കാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് സംഘടനാ രേഖയിലെ വിവരങ്ങൾ സംബന്ധിച്ച്, അതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.